ഹായ് ക്രിയേറ്റേഴ്സ്, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ആണോ? നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങളങ്ങനെ കൊളാബ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ വലിയ വലിയ ചാനലുകൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അതുപോലെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ ഒരു മാർഗ്ഗമില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഇതൊന്നും കൂടാതെ നിങ്ങളുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ കൊളാബ് ഓപ്ഷൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു അശ്രദ്ധ കാരണം നിങ്ങളുടെ ചാനൽ നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അതായത് ചാനൽ തന്നെ ഹാക്ക് ചെയ്യപ്പെടാം, ചാനൽ ഇനി തിരിച്ച് കിട്ടാതിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊളാബ് ഓപ്ഷനുമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. ഇത് റണ്ണായി തുടങ്ങിയിട്ടുള്ളേ ഉള്ളൂ, എല്ലാവർക്കും ലഭിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഇതിനുള്ളിൽ ഒരുപാട് സംശയങ്ങൾ, പ്രോബ്ലങ്ങളൊക്കെ ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരു പക്ഷേ നാളെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ യൂട്യൂബ് കൊളാബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ, യൂട്യൂബ് നമ്മുടെ വീഡിയോയിൽ മറ്റൊരു ചാനലുമായിട്ട് കൊളാബ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നല്ലൊരു അപ്ഡേറ്റാണ്. നമ്മുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആകാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിച്ച ഒരുപാട് സംശയങ്ങളുണ്ട്, അതിനുള്ള ആൻസർ ഞാൻ പറയാം. അപ്പോൾ അതിൻ്റെ മുന്നേ മെയിനായിട്ട് നമ്മുടെ ഒരു അശ്രദ്ധ കാരണം നമ്മുടെ ഈ ചാനലിൽ പോയാലോ, അതെങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ലിങ്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണം, അതല്ലെങ്കിൽ നമുക്കൊരുപാട് ലിങ്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്താലാണ് കൊളാബ് ആവുക. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചാനലിൽ ഒരുപാട് ഇപ്പം പലർക്കും വന്നിട്ടുണ്ടായിരിക്കും പല തരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ, മെയിലുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളോടൊരു ലിങ്ക് തന്ന് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫയൽ ഓപ്പൺ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൊളാബ് ഓപ്ഷൻ വരുന്ന എല്ലാ ലിങ്കുകളും സേഫ് ആയിരിക്കണം എന്നില്ല. അത് ഒരു പക്ഷേ നിങ്ങളുടെ ചാനൽ ഹാക്ക് ചെയ്യാനുള്ള ലിങ്ക് ആയേക്കാം. അപ്പോൾ ഇതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇത് നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ് ചാനൽ ഹാക്ക് ചെയ്യാൻ ഇരിക്കുന്നവർ. അപ്പോൾ അവർ നമുക്ക് ശരിക്കും അതുപോലെ യാതൊരു സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് തരാം. അതുപോലെ വലിയ വലിയ ചാനലിൽ നിന്നായിരിക്കും അവർ വരിക. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ ഒരു റെമഡി എന്താണ്? നമ്മൾ അപ്പുറത്തുള്ള ആളെ ഒറിജിനലാണോ എന്നുള്ളത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ അയാളുടെ പേരിലായിരിക്കും ഒരു പക്ഷേ ഇവർ ലിങ്ക് അയക്കുന്നുണ്ടാവുക. നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് പറയുകയാണ് നിങ്ങളെ ചാനലുമായിട്ട് കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് ചാനൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ ലിങ്ക് തന്നേക്കാം. പക്ഷേ ഈ ലിങ്കിൽ ലിങ്ക് തരുമ്പോൾ നമ്മളതിൽ അത് വിശ്വസിച്ച് നമ്മൾ ആ ചാനൽ കാണുമ്പോൾ അവരായിരിക്കില്ല, അത് അടിപൊളിയാണല്ലോ, വലിയ ചാനലാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാം. ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെയുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇങ്ങോട്ടൊരു കൊളാബ് ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾ ആ ലിങ്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ഞാൻ മുകളിൽ കാണുന്ന പോലെ ആദ്യത്തെ ഈ ഒരു ഭാഗം വരെ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പല രീതിയിൽ നമ്മളെ നല്ല നല്ല അപ്ഡേറ്റ് വരുമ്പോൾ അത് ഇതുപോലെ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആളുകൾ ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടേതാണ് ചാനൽ, നിങ്ങളുടെ ചാനലൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, ആ ആൾ തന്നെയാണോ എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ ലിങ്ക് തന്നെയാണോ എന്നുള്ളത് നോക്കുക. അപ്പോൾ എന്തായാലും ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ്, പേടിപ്പിക്കുകയല്ല, ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ. അതായത് വലിയൊരു ചാനൽ വന്നിട്ട് പെട്ടെന്നൊരു ദിവസം നിങ്ങളെ കൊളാബ് ചെയ്യാൻ ക്ഷണിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, ഇതിൽ അവർക്ക് എന്താണ് ഗുണം എന്നുള്ളത്. കാരണം പ്രൊമോഷനൊക്കെ വരുമ്പോൾ $4000 $5000 വരുന്നത്. ഇതിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവർക്ക്. കൂടുതൽ സബ്സ്ക്രൈബർ ഉള്ളവർ എന്താ വിചാരിക്കുക, 1,00,000 മുകളിലുള്ളവർ ഞങ്ങൾക്കിത് കിട്ടാനുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ചാനൽ ഹാക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ലിങ്കിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിനോട് കൂടെ ചേർത്ത് പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നിങ്ങൾ ചോദിച്ച കുറച്ച് സംശയങ്ങളുണ്ട്. അതായത് ആരും കൊളാബ് ചെയ്യുന്നില്ല, ഞങ്ങളുടെ ചാനലിൽ ആരും കൊളാബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് വലിയ വലിയ ക്രിയേറ്റേഴ്സിനെ കൊളാബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവരാരും കൊളാബ് ചെയ്യുന്നില്ല. അതുപോലെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ചെയ്യുമോ? കമൻറ്റിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ കൊളാബ് ചെയ്യുമോ എന്നുള്ളത്. അതുപോലെ കൊളാബ് ചെയ്യണമെങ്കിൽ അവരുടെ കോൺടാക്റ്റ് ഞങ്ങളുടെ കയ്യിലില്ലല്ലോ. വാട്സപ്പിൽ നേരിട്ട് ലിങ്ക് ഷെയർ ചെയ്യണമെങ്കിൽ അവരുടെ നമ്പർ ഞങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ പറയുന്ന പോലെ കൊളാബ് ഓപ്ഷനൊക്കെ നല്ലതാണ്, അതവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് കാണണ്ടേ, അതിനുള്ള മാർഗ്ഗമില്ല.
ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും കൊളാബ് ചെയ്യുമ്പോൾ ആഗ്രഹം എന്താണ്? വലിയ ചാനലിനെ കൊളാബ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം അപ്പോൾ ഞങ്ങളുടെ ചാനൽ അവരുടെ ഓഡിയൻസിലേക്കൊക്കെ റീച്ച് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊരു 1000 സബ്ബാണെന്ന് വിചാരിക്കാം, 1000 500, നമുക്കൊരു എക്സാമ്പിൾ ഒരു 1000 സബ്ബ് എടുക്കാം. 1000 സബ്ബുള്ള നിങ്ങൾക്ക് ഒരു മറ്റൊരു ചാനലിനെ കൊളാബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് 50,000 സബ്ബ്, 1,00,000 സബ്ബ്, 5 ലക്ഷം സബ്ബുള്ള ഒരു കൊളാബ് ചെയ്യാനുള്ള ഒരാൾക്ക് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ആൾക്ക് അതിൻ്റെ ആവശ്യമില്ല. യൂട്യൂബ് ഇവിടെ ഉപയോഗിക്കുന്നൊരു വേർഡുണ്ട്, ഗ്രോ ടുഗദർ എന്നുള്ളതാണ്, പരസ്പരം വളരുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു 1,00,000 ഉള്ള സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 5 ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരാൾക്ക് കൊളാബ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ആൾ നിങ്ങളുടെ വീഡിയോ ചെക്ക് ചെയ്തിട്ട് ഇനി ഞാൻ എന്തിന് ഇവരുടേത് കൊളാബ് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചേക്കാൻ നല്ല ചിന്തിക്കും. മനുഷ്യരാണ്, ആ രീതിയിൽ തന്നെയാണ് ചിന്തിക്കുക. കാരണം അവർക്കതിൽ ബെനിഫിറ്റ് ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. കാരണം അവരുടെ ചാനൽ ഓൾറെഡി റീച്ചായി കിടക്കുകയാണ്. പക്ഷേ നമ്മുടെ ആവശ്യം അതല്ല, നമുക്കിത് വളരണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എന്താണ് അവിടെ നിങ്ങൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, വലിയ ചാനലിന് റിക്വസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അതേ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തു നോക്കും, അവർ അക്സെപ്റ്റ് ചെയ്യും. കാരണം എന്താണ്, അവർക്കും ഇത് റീച്ചായി കിട്ടണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് 1000 സബ്ബല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ 1000 സബ്ബുള്ള ആൾക്ക് കൊളാബ് ചെയ്തിട്ട് എന്ത് കാര്യമാണ് എന്നുള്ളത്. അങ്ങനെയല്ല, നിങ്ങൾക്ക് 1000 ഉണ്ടെങ്കിൽ ആ ആൾക്ക് 1000 2000 ആയി. ആ ആളുകളിലേക്ക് വീഡിയോ റീച്ചായി കഴിഞ്ഞാൽ പിന്നെ റെക്കമെൻഡിൽ കയറി പൊക്കോളും. ഇത് പരസ്പരം വളരാനുള്ള ഒരു ഓപ്ഷനായിട്ടാണ് യൂട്യൂബ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അപ്പുറത്തുള്ള ആൾക്ക് കൂടി ഇത് യൂസ്ഫുൾ ആകണം എന്നുള്ളതാണ്. ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരേ കാറ്റഗറി നിങ്ങൾ പിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ പലരും നിങ്ങൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ കുക്കിംഗ് അല്ലെങ്കിൽ എന്തോ കാറ്റഗറി അത് റിലേറ്റഡ് ആയിട്ട് ഉള്ള ചാനലുമായിട്ടാണ് നിങ്ങൾ കൊളാബ് ചെയ്യുന്നതെങ്കിൽ ഇത് നല്ല രീതിയിൽ വർക്കാകും, രണ്ടു പേർക്ക് യൂസ്ഫുൾ ആകും. അതല്ലാതെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ളവരിലേക്ക് നിങ്ങൾ കൊളാബ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടാണ് വരിക. അത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. കാരണം നിങ്ങൾ റീച്ച് ആകുമെന്ന് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ കൊളാബ് ചെയ്ത് അപ്പുറത്തെ ആൾ അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ചാനൽ ഡെഡ് ആവാൻ, ആ വീഡിയോ ഡെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ പറയാം. ഇവിടെ എന്നോടും പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ കൊളാബ് ചെയ്യുമ്പോൾ ഞാൻ ഇത് അയക്കട്ടെ എന്നല്ല, ഒരുപാട് കൊളാബ് റിക്വസ്റ്റുകൾ വരാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ ഓഡിയൻസ് എന്നുള്ളത് ക്രിയേറ്റേഴ്സാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്രിയേറ്റേഴ്സ് മറ്റുള്ളവരുടെ ആവശ്യമില്ലാതെ അവരുടെ വീഡിയോ കാണുന്നവരല്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം ഞാനൊരു ചാനലൊരു സബ്ബ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്കിത് എങ്ങനെ യൂസ്ഫുള്ളാണ് എന്നുള്ളത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വാച്ച് ടൈം കിട്ടുമെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ എല്ലാ ക്രിയേറ്റേഴ്സിനും അറിയാം. പക്ഷേ ഒരു സാധാരണക്കാരനക്ക് ഇതറിയില്ല. നിങ്ങളുടെ ഒരു വീഡിയോ അയാൾക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും, ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, ക്യാഷ് കൊടുത്ത് കാണുന്നതല്ലല്ലോ, അവരുടെ കയ്യിൽ നെറ്റുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. ആ സാധുവിനെ അറിയില്ല നിങ്ങളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യം വരുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, അതറിയാമായിരിക്കാം, പക്ഷെ അറിയാൻ സാധ്യത ഉണ്ട്, ഇല്ല, ഓക്കെ. പക്ഷേ വാച്ച് ടൈം കിട്ടും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യണ്ട, കാണണ്ട, ഈ രീതിയിലൊന്നും അവർ ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ ക്രിയേറ്റേഴ്സിന് പൊതുവേ അത് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് തന്നു കഴിഞ്ഞാൽ എൻ്റെ ക്രിയേറ്റേഴ്സ് ഒരു പക്ഷേ നിങ്ങളുടെ വീഡിയോ കാണണം എന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡെഡ് ആവാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു വീഡിയോ റീച്ച് ആകണമെന്നുണ്ടെങ്കിൽ ഇംപ്രഷന് എത്ര പോയി, അതിലെത്ര ക്ലിക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ആക്കാനുള്ള ടെൻഡൻസി യൂട്യൂബ് കൊളാബറേഷൻ വഴി തന്നു. പക്ഷേ താല്പര്യമില്ലാത്ത ആളുകളിലേക്കാണ് ഇത് ഇംപ്രഷനായിട്ട് പോകുന്നത് എങ്കിൽ അവിടെ CTR കുറഞ്ഞു, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറഞ്ഞ പിന്നെ ആ വീഡിയോ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ വീഡിയോ കൊളാബറേഷൻ ചെയ്തിട്ട് റീച്ചില്ല, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് ഇതങ്ങ് ചെയ്താൽ ചാനൽ ഭയങ്കരമായിട്ടാണ് റീച്ച് ആകും എന്നുള്ള വിചാരം നിങ്ങൾക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ് സത്യം. പക്ഷേ ഇത് കറക്റ്റ് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു കൊളാബ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ ആളോട് പറയാൻ പറ്റണം, ഞാനിതാ നിങ്ങളിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്, നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ ഒരേ കാറ്റഗറിയിലാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളെ ചാനൽ സബ് ചെയ്യാം, നിങ്ങളെ വ്യൂവേഴ്സിന് എൻ്റെ ചാനൽ ഒരു പരസ്പരം രണ്ടു പേർക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ ആളത് അക്സെപ്റ്റ് ചെയ്യും. അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല നമ്മളിങ്ങനെ നിരത്തി എല്ലാവർക്കും കൊളാബ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഒരുപാട് പേർക്ക് കൊളാബ് റിക്വസ്റ്റ് കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളെക്കാൾ സബ്ബ് കുറഞ്ഞവർക്ക് കൊടുത്തു എന്നുള്ളത്.
എല്ലാവർക്കും കൊളാബ് ചെയ്യണം. ആരെയാണ് കൊളാബ് ചെയ്യേണ്ടത്? നമ്മളെക്കാൾ റീച്ചുള്ളവരെ. അപ്പോൾ നമ്മളെക്കാൾ താഴെയുള്ളവർക്ക് കൊളാബ് കൊടുക്കാൻ വളരെ കുറച്ച് പേരെ താല്പര്യപ്പെടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളുടെ സെയിം കാറ്റഗറി തിരഞ്ഞെടുക്കുക, എന്നിട്ട് ആ ആളെ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എങ്ങനെ വാട്സപ്പ് വഴി ഞങ്ങൾക്ക് അവരുടെ നമ്പർ ഇല്ലല്ലോ എന്നുള്ളത്. ഏതൊരു ചാനലും കൊള്ളാവുന്ന ഒരു ചാനൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ ചാനൽ ഞാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കാറുണ്ട്. ഞാനെന്നല്ല, ഒരുവിധം എല്ലാവരും കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നല്ല ചാനലാണെങ്കിൽ അവർ ഒരു ബിസിനസ് എന്തെങ്കിലും സ്പോൺസർഷിപ്പൊക്കെ കോൺടാക്റ്റ് ചെയ്യുക, ആ രീതിയിലുള്ളതാണെങ്കിൽ ആ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്ക് വാട്സപ്പ് വഴി മാത്രമല്ല ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് ഏത് വഴിയും, ഇമെയിൽ വഴി, ഫേസ്ബുക്ക് വഴി, നമുക്ക് ഇൻസ്റ്റ വഴി, ഏത് വഴി നമുക്ക് അവരെ ഈ ലിങ്ക് കാണിക്കാൻ കഴിയും. പക്ഷെ അതിന് മുന്നേ നമ്മൾ അവരുമായിട്ട് ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനത്തെ വീഡിയോ ആണ്, നല്ല വീഡിയോ ആണ്, അവരുടെ ചാനലിൽ കൊളാബ് ചെയ്താലും നിങ്ങളുടെ ചാനലിന് യാതൊരുവിധ കോട്ടം സംഭവിക്കാത്ത നല്ല രീതിയിലുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാകുന്നതാണ്. ഇപ്പോഴും സെയിം കാറ്റഗറിയിലുള്ള ഒരാളുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. യൂട്യൂബിൻ്റെ കാര്യത്തിൽ അത് വളരെയധികം സത്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനി കൊളാബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ ആളെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. നിങ്ങളുടെ ചാനലിൻ്റെ അതേ കാറ്റഗറി ആയിരിക്കുക. അതേ സബ് കൗണ്ട് ഉണ്ടെങ്കിൽ, അതിൽ കുറവാണെങ്കിലും നിങ്ങൾ യാതൊരു മടിയും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ റീച്ചാക്കി എടുക്കാൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംപ്രഷൻ ഒരുപാട് പോകും, പക്ഷേ ക്ലിക്ക് വരാതിരുന്നാൽ നമ്മൾ ആ ഒരു വീഡിയോ ഫ്രീസ് ആകുന്നതാണ്. അത് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ അത്രയും റീച്ച് ഉണ്ടാക്കിയെടുക്കണം, ഉണ്ടാകുമെന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്ത വീഡിയോ ആ കാരണം കൊണ്ട് തന്നെ റീച്ച് ആകാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ന്യൂ യൂട്യൂബേഴ്സിൻ്റെ കാര്യം വളരെയധികം അവരത് എഫക്റ്റ് ചെയ്യും. അതുപോലെ നമ്മൾ പ്രതീക്ഷയോടുകൂടി ചെയ്തിട്ട് ലിങ്ക് ആവശ്യമില്ലാത്ത വേറെ തരത്തിലുള്ള ലിങ്കുകളൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനൽ പോകുന്നത് എല്ലാം വളരെ വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതുപോലെ ഇത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കാകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം കൊളാബ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞതിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കുക. അത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തുമാണ്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. തീർച്ചയായിട്ടും നമ്മളത് ഉൾക്കൊള്ളിച്ച് അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ. ഹൈപ്പ് ബാക്കിയുണ്ടെങ്കിൽ ഹൈപ്പും ചെയ്തോളൂ. അപ്പോൾ പലരും ആദ്യമായിട്ടായിരിക്കാം നമ്മുടെ വീഡിയോ കാണുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. അതുപോലെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.